കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. EMS ഗവൺമെൻറ്റാണ് അന്ന് തുടങ്ങി വെച്ചതാണ്. ഭൂപരിഷ്കരണം, കാർഷിക പരിഷ്കരണം, കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും കുടികിടപ്പുകാർക്കുമൊക്കെ ആനുകൂല്യം കൊടുക്കൽ, അതിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ സ്ത്രീകൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർക്ക് തുല്യാവകാശം നൽകണമെന്നുള്ള വാദങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ നിയമസഭയിൽ 50% സ്ത്രീ റിസർവേഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളം ഒരു വളർച്ചയിലാണ്. ഇപ്പോഴാകട്ടെ അതിവേഗത്തിലൊരു കുതിപ്പിലേക്കാണ്. നിങ്ങൾ കേരളം മുഴുവൻ നോക്കൂ, എല്ലാ രംഗത്തും വികസനമല്ലേ. വ്യവസായം, കാർഷികം, നാടും നഗരവും ഉണരുകയല്ലേ. എത്രയാ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും, എത്രയാ ആശുപത്രികൾ വളർന്നു വരുന്നത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഉന്നത നിലവാരത്തിലുള്ളതായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ മാറ്റങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെയുള്ളത്. 65 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്ത് ജനസംരക്ഷിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, ഉരുൾപൊട്ടലായാലും പ്രളയമായാലും അതുപോലെ തന്നെ മഹാമാരിയായാലും ആ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ജനങ്ങൾ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഇടതുപക്ഷ ഗവൺമെൻറ് പിന്നെന്താ സംശയം? ആർക്കാ സംശയം? നിങ്ങൾക്ക് പോലും ഇല്ലല്ലോ. നിങ്ങളും പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് വരുമെന്നില്ലേ? അല്ലേ? മൂന്ന് വർഷം മുതൽ കേരളം ഒരു പുതിയ കുതിപ്പിലാണ്. ആ കുതിപ്പിൽ 3 കൊണ്ട് നിർത്തണ്ട നിങ്ങൾ. അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ എറണാകുളം സമ്മേളനം അംഗീകരിച്ച നയരേഖയുണ്ടല്ലോ, നവകേരള സൃഷ്ടിക്കാനുള്ള നയരേഖ, അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ രണ്ടാമത് വരുന്ന? ഇത് പ്രസിദ്ധീകരിക്കട്ടെ. പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. CPM നയിക്കും. അത് നേതാക്കളെല്ലാം കൂടി ചേർന്നാണല്ലോ CPM. CPM എന്ന് പറയുന്നത് CPM എന്ന് പറയുന്നത് ഒരാളല്ല. CPM എന്ന് പറയുന്നത് ഒരു പാർട്ടി, അതിൻ്റെ നയങ്ങൾ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ചുമതല ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ തോതിൽ പ്രതിനിധികൾ വരുന്നു, അവർ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു, അതിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരുന്നു, അതിന് നേതൃത്വം വഹിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണല്ലോ. അതാണ് പാർട്ടി. അതുകൊണ്ട് ഒരു വ്യക്തിയല്ല, പാർട്ടിയാണ് ശക്തി, പാർട്ടിയാണ് കരുത്ത്. പോരെ? ഇന്നത്തേക്ക് പോരെ?